ഞങ്ങൾ തുടർഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല. നമസ്കാരം. അതിനാൽ പ്രിയപ്പെട്ടവരെ, എഴുത്തിലും പഴയ വാക്കിലുമൊക്കെ നമുക്കിനി പാവപ്പെട്ടവരെന്ന വാക്ക് കേൾക്കാൻ കഴിയും. പാവങ്ങളാണേലും ഞങ്ങൾ പായസച്ചോറു തരാം. ഇല്ല, ഇനി ഞങ്ങൾ പായസച്ചോറ് തരില്ല അമ്പിളി അമ്മാവ. വേണമെങ്കിൽ നെയ്മീൻ കറി തരാം. ഞങ്ങളിപ്പോൾ പാവപ്പെട്ടവരല്ല. പാവങ്ങളുടെ പ്രസ്ഥാനം പൗരപ്രമുഖരുടെ പാർട്ടിയായി മാറിയതോടെ പല വാക്കുകൾക്കും ശോഷണം സംഭവിച്ചിരിക്കുന്നു. പാവപ്പെട്ട എന്ന് കേൾക്കുമ്പോൾ പാർട്ടിക്കും നേതാക്കൾക്കും ഇപ്പോൾ ഭയങ്കര കലിപ്പാണ്. പാവങ്ങളുടെ പടത്തലവൻ പൗരപ്രമുഖരുടെ രക്ഷകനായി മാറിക്കഴിഞ്ഞിട്ട് എത്രയോ കാലമായി. മുതലാളിത്തത്തിൻ്റെ തോഴനായി അദ്ദേഹം പരിണമിച്ചു കഴിഞ്ഞു. പരസ്പര ബന്ധമില്ലാത്ത ഒട്ടേറെ ശബ്ദങ്ങൾ ഇന്ന് പാർട്ടിക്കകത്തു നിന്നും പതിവായി കേൾക്കുന്നുണ്ട്. CPM നേതാക്കളെല്ലാം വിദ്വാൻമാരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരുതരം നിർവ്വാണ സുഖത്തിലാണ് അവരെല്ലാം. ഗോവിന്ദനാണെങ്കിൽ വേദാന്ത വിചാരത്തിൻ്റെ പടിവാതിലിൽ എത്തിക്കഴിഞ്ഞു. ഓരോ 20 മിനിറ്റിലും തെക്കോട്ടും വടക്കോട്ടും 39 ട്രെയിൻ പായിച്ച ഗോവിന്ദൻ, കേരളത്തെ സിംഗപ്പൂരാക്കിയ അതേ ഗോവിന്ദൻ, ഷംസീർ പറഞ്ഞപ്പോൾ ഗണപതി മിത്താണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഗോവിന്ദൻ, കേരയിൽ കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗോവിന്ദൻ, മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായി മാത്രം സംസാരിക്കുന്ന അമൂർത്താനന്ദ ഗോവിന്ദൻ, ഭൂമി വേണ്ടാത്ത തീവണ്ടി കൊണ്ടുവന്ന ഗോവിന്ദൻ, പാവങ്ങളുടെ വിശപ്പ് മാറ്റിയ ഗോവിന്ദൻ ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങൾ ഒന്നുകൂടി വന്നാൽ കേരളത്തിൽ പാവപ്പെട്ടവരെന്ന വാക്കു തന്നെ ഇല്ലാതാകും. നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടി മണ്ടയ്ക്ക് കയറ്റി താഴേക്കിട്ടിട്ടാണ് പൊട്ടിച്ചിരിച്ചത്. ഉച്ചയായോടാ സൂര്യ ഉച്ചിയിലായോടാ, നിനക്കൊരു കത്തും കല്ല് എനിക്കൊരു കത്താക്കല്ല്. നാറാണത്ത് പ്രാന്തൻ കല്ലുരുട്ടിയെങ്കിൽ ഗോവിന്ദന് ഉരുട്ടാൻ ഒന്നുമില്ല. ഊണുകാലമാകുമ്പോൾ ഉള്ള ഉരുട്ടലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ പച്ചരി ദൈവം അന്തർധാനം ചെയ്യില്ലേ ഗോവിന്ദ? പാവങ്ങളുടെ പടത്തലവൻ ഇരവിക്കുട്ടിപ്പിള്ള വലിയ പടത്തലവനായാൽ ഞങ്ങൾ എന്തു ചെയ്യും? അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ വിപ്ലവ ഭരണകൂടത്തിൻ്റെ കീഴിൽ കായക്കഞ്ഞിക്ക് അരിയില്ലാത്തവന് പാവപ്പെട്ടവനെന്ന ബോർഡും നെറ്റിയിൽ തൂക്കി ജീവിക്കാൻ പോലും അധികാരമില്ലാതാകുന്നു. 10 വർഷമായി പാവങ്ങളോട് ഇവർക്ക് ഈ അലർജി തുടങ്ങിയിട്ട്. ഗോവിന്ദൻ ഇപ്പോൾ വികസിത അർത്ഥവികസനത്തിൻ്റെ ആളായി മാറിയിരിക്കുകയാണ്. ആ ലോകത്ത് പാവപ്പെട്ടവനെന്ന വാക്കേ അവലക്ഷണമാണ്. കണ്ണൂരെ പാവം പിടിച്ച സഖാക്കളുടെ പണ്ടുകാലത്തെ പത്യാഹാരമായ ഒറോട്ടി അടുത്ത ഭരണം കിട്ടിയാൽ നിരോധിക്കും. പിണറായി വിജയനെ ബാല്യത്തിൽ നാണം കെടുത്തിയതാണ് ആ പരട്ട റൊട്ടി. ഇനി മുതൽ നെയ്മീൻ വിപ്ലവം നമ്മൾ നടത്തും. നെയ്മർ വിജയൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ഫുഡ് എന്താണെന്ന് പാർട്ടി പരസ്യപ്പെടുത്തും. അതിൻ പ്രകാരം കേരളത്തിലെ സാധാരണക്കാരുടെ മെനു പരിഷ്കരിക്കപ്പെടും. ഗോവിന്ദ, നിങ്ങളൊരു ബോറനാണെന്നും വിവരദോഷത്തിൻ്റെ ചപ്പളാക്കട്ടയുമായി നടക്കുന്ന വിപ്ലവ വേതാളമാണെന്നും ആരും നിങ്ങളോട് പറയാത്തത് പേടിച്ചൊന്നുമായിരിക്കില്ല. ഈ അസുഖത്തിന് ചികിത്സയില്ല, ഇതറിയാവുന്നത് കൊണ്ടാണ്. മരവിപ്പിന് മുമ്പുള്ള ഒരുതരം ഉന്മാദത്തിലാണ് ഗോവിന്ദൻ ഇപ്പോൾ. ഒരർത്ഥത്തിൽ പല നേതാക്കളും പാർട്ടി വിടുന്നത് പ്രസ്ഥാനം മോശമായതുകൊണ്ടല്ല, ഗോവിന്ദൻ്റെ വിവരക്കേട് താങ്ങാൻ കഴിയാതെയാണ്. ഒറ്റ ദിവസമെങ്കിലും ഗോവിന്ദൻ വായടയ്ക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഈ സഖാക്കൾ ഒന്നടങ്കം പമ്പര വിഡ്ഢികളായി മാറിയത്? ഒരാൾ പറയുന്നു ഇനി പാവപ്പെട്ടവനെന്ന വാക്ക് മലയാളത്തിൽ കാണില്ല എന്ന്. അക്ഷരമാല എടുത്ത് തോട്ടിലെറിയുമായിരിക്കും. ഗോവിന്ദൻ മാഷിൻ്റെ ശിഷ്യൻ രാകേഷ് പറയുന്നു, ബഹുജനങ്ങളോടേ ഞങ്ങൾക്ക് കണക്ക് പറയാനുള്ളൂ, പൊതുജനങ്ങളോട് പറയില്ലെന്ന്. ഇവന്മാരുടെ ഭരണത്തിൽ എഞ്ചുവടിക്കും പഞ്ചാംഗത്തിനും ഗുണനപ്പട്ടികയ്ക്കും മാത്രമല്ല, പര്യായ പദങ്ങൾക്കും വ്യാകരണത്തിനും വരെ രക്ഷയില്ലാതായി. പാവങ്ങളുടെ മത്സ്യമായ ചൂരയെ വരെ അപമാനിച്ചു വിട്ടു. സഖാക്കൾ ഉണ്ടു നിറഞ്ഞ് വിശപ്പ് മാറി എമ്പക്കം വിട്ടാൽ അതിൻ്റെ അർത്ഥം ലോകത്തെങ്ങും പട്ടിണിയില്ല എന്നാണ്. അയ്യോ, ഞാനൊരു പാവമാണേ എന്ന് പറഞ്ഞു പോയാൽ ഇനി തല്ല് കിട്ടും. ഈ ഗോവിന്ദനെ എവിടെയെങ്കിലും കൊണ്ടുപോയി വല്ല നീറ്റുമരുന്നോ നാട്ടുമരുന്നോ കൊടുത്ത് ഭേദപ്പെടുത്താൻ ഈ പാർട്ടിയിൽ ആരുമില്ലേടേ. ചുമ്മാ കസേരയിലിരുന്ന് ഇടം വലം തലയാട്ടി പോഴത്തം പറയേണ്ട ഒരാളാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്ക് ലിസ്റ്റിൻ്റെ പാർട്ടി സെക്രട്ടറി? എന്തോ കാര്യമായൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ഗോവിന്ദൻ്റെ തലയിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു തുള്ളി ഉപ്പുവെള്ളമെങ്ങാനും വീണാൽ ഷോർട്ട് സർക്യൂട്ടാകും, പുക വരും. അതാണ് ഇപ്പോഴത്തെ നില. ഈ പാർട്ടി നശിക്കണമെന്ന് ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ കാര്യകർത്താക്കൾക്ക് കാൽക്കഴഞ്ച് വിവരവും 1/2 ടീസ്പൂണെങ്കിലും വകതിരിവും വേണമെന്ന് ബഹുജനം ആഗ്രഹിക്കുന്നു. പൊതുജനമല്ല, രാകേഷിൻ്റെ ബഹുജനം. ഇതേ ഗോവിന്ദൻ്റെ കാർമ്മികത്വത്തിൽ നടന്ന മറ്റൊരു സീൻ കണ്ണീരോടെ അല്ലാതെ നമുക്ക് കണ്ടു നിൽക്കാനാകില്ല. പെൻഷൻ കിട്ടിയ പൈസ UDF വന്നാലും കിട്ടൂല, നിങ്ങൾ തന്നെ വരണം.
അവർ വന്നാൽ ഞങ്ങൾക്ക് പെൻഷൻ കിട്ടൂല, നിങ്ങൾ വന്നാൽ മതി. എന്ത് നല്ല ഡയലോഗ് പ്രസൻറ്റേഷൻ. പാവങ്ങളുടെ പാർട്ടിക്ക് അയാളിതാ തനിക്ക് കിട്ടിയ പെൻഷനിൽ നിന്നും ഒരു വിഹിതം എടുത്തു കൊടുക്കുന്നു. സ്നേഹത്തോടെ അത് കൈപ്പറ്റി ഗോവിന്ദൻ പാവത്തിൻ്റെ പോക്കറ്റിൽ തിരികെ നിക്ഷേപിക്കുന്നു. ഇതുപോലെ ആ കരുവന്നൂരിൽ നിന്നും മോഷ്ടിച്ചതും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതും തിരിച്ചു വയ്ക്കൂ ഗോവിന്ദ. വിപ്ലവ പാർട്ടി അടിമുടി ഹാസ്യപ്രധാനമായ രംഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സഖാക്കളുടെ മുഖത്തേ ഉള്ളൂ സൈദ്ധാന്തിക ജാടകൾ. ചിലർ കുത്തനെ ഇരുന്നുറങ്ങുന്നത് ധ്യാനമാണെന്ന് നമ്മൾ വിചാരിക്കും. ഇങ്ങനെ കുത്തനെ ഇരുന്നുറങ്ങുന്ന നേതാക്കൾ ഒന്നോർക്കണം. ഒന്നും ചെയ്യാനില്ലെങ്കിൽ ഒന്ന് ചാരിയിരിക്കാൻ തോന്നും. ഇരിപ്പിൻ്റെ സുഖത്താൽ ഒന്ന് മയങ്ങും. മയക്കമുണരുമ്പോൾ കോട്ടുവാ ബാക്കിയാകും. ശല്യപ്പെടുത്താൻ ആരുമില്ലെങ്കിൽ ഒന്ന് കിടക്കാൻ തോന്നും. അപ്പോഴേക്കും വിപ്ലവം സ്ഥലം വിട്ടിരിക്കും. പിന്നെ ബാക്കി വരുന്നത് വെറും പ്ലവം മാത്രമാണ്. കവിതയും പ്രേമവും മുദ്രാവാക്യങ്ങളും ഉണ്ടാകുന്നത് മസ്തിഷ്കത്തിലെ ചൊറിച്ചിലിൽ നിന്നാണ് മിസ്റ്റർ ഗോവിന്ദൻ. എന്ന് കരുതി നാട്ടിലെ മനുഷ്യരെയൊക്കെ കയറി ചൊറിയാൻ നിൽക്കരുത്. വീണ്ടും ഭരണത്തിൽ വരാൻ കൊതിക്കുന്ന ഒരു പാർട്ടി ജനങ്ങളോട് പറയുകയാണ്, ഇനി വരുമ്പോൾ ഞങ്ങൾ പാവപ്പെട്ട എന്ന വാക്ക് തുടച്ചു നീക്കുമെന്ന്. ആ വാക്ക് മായ്ച്ചു കളഞ്ഞാലും ജീവിതാവസ്ഥ അതുപോലെ തന്നെ തുടരില്ലേ ഗോവിന്ദ? ലോകത്തിലെ എല്ലാ പാവപ്പെട്ട മനുഷ്യർക്കും വേണ്ടിയാണ് 1925 ഫ്രഞ്ച് സാഹിത്യകാരൻ വിക്ടർ യൂഗോ പാവങ്ങൾ എന്ന നോവൽ എഴുതിയത്. പാവങ്ങളുടെ 100ാം വാർഷികം കഴിഞ്ഞ വർഷമാണ് ആചരിച്ചത്. ആ നോവലിന് കേരളത്തിലെ ലൈബ്രറികളിൽ നിരോധിക്കുമോ എന്തോ. ഞങ്ങളിവിടെ വന്നേ പിന്നെ ജനജീവിതത്തെ ഉടച്ചു വാർത്തില്ലേ, സാമൂഹിക നീതി ഉറപ്പാക്കിയില്ലേ, അതിദാരിദ്ര്യം തുടച്ചു നീക്കിയില്ലേ, നവോത്ഥാന മതിൽ പണിതില്ലേ, പാവങ്ങളെന്ന വാക്കുപോലും ഞങ്ങൾ ഒഴിവാക്കുമിനി. മനുഷ്യരെന്താ മണ്ണെന്താ എന്ന് തിരിച്ചറിയാത്ത മൊണ്ണകൾ അധികാരത്തിൽ വന്നാൽ ഇതിലും വലിയ വിഡ്ഢിത്തം പറഞ്ഞുകൊണ്ടിരിക്കും. ശിവൻകുട്ടിയുടെ മുട്ടയവിയലും വീണാ ജോർജിൻ്റെ ബിർണാണിയും തിന്ന് പിള്ളേർ തിടം വെച്ചു. വിജയൻ്റെ നെയ്മീൻ പുരാണം കേട്ട് മനുഷ്യൻ്റെ ഉച്ചയൂണ് കുശാലായി. ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ എന്തെല്ലാം അന്ത്യാഭിലാഷങ്ങളായിരിക്കും ഇവർ സാധിച്ചു തരാൻ പോകുന്നത്. മന്ത്രിമാരായ സകലത്തിൻ്റെയും മുഖത്ത് ഒരു ദുഃഖഛവിയുണ്ട്. ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാകാത്ത തരത്തിൽ മനുഷ്യൻ ഇടഞ്ഞു തുടങ്ങിയതായി അവർക്കറിയാം. പക്ഷേ അടുത്ത വരവിന് സാരി ഉടുത്ത പിണറായിയാകാൻ കൊതിച്ച് ഉടുത്തൊരുങ്ങി നിൽക്കുകയാണ് ശൈലജ. എനിക്കേ ആ പദവി ചേരൂ എന്ന മട്ടിൽ വീണാ ജോർജുമുണ്ട്. പാവപ്പെട്ട ഗോവിന്ദന് മാത്രം ആ മോഹങ്ങൾ ഒന്നുമില്ല. പാർട്ടി സെക്രട്ടറിമാർ മുഖ്യമന്ത്രിയാകുന്നതാണ് നമ്മുടെ കീഴ്വഴക്കം. 56 വാഹനങ്ങളുടെ അകമ്പടിയോടെ വരുന്ന ഗോവിന്ദനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. കടക്കോ പുറത്തുനിന്ന് മാധ്യമങ്ങൾക്ക് നേരെ ആക്രോശിക്കുന്ന ഗോവിന്ദനെ ഒന്ന് സങ്കല്പിക്കൂ. തൊട്ടടുത്ത നിമിഷം അതൊരു ഫലിതമായി മാറും. ഗോവിന്ദൻ ചിരിക്കും. പാവപ്പെട്ട എന്ന വാക്കുപോലുമില്ലാത്ത കാലത്തെ ഗോവിന്ദ ഭരണം ആഹാ എത്രമാത്രം ഫാന്റാസ്റ്റിക് ആയിരിക്കും.